ഹായ് മക്കളെ, ഇനി നമ്മൾ 9ാം ക്ലാസ്സുകാർക്ക് 3 എക്സാം മാത്രമാണ് ബാക്കിയുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ഫസ്റ്റ് ലാംഗ്വേജ്. ഇതുവരെ കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് പ്രകാരം ഏറ്റവും കൂടുതൽ കുട്ടികളെ ബുദ്ധിമുട്ടിച്ചത് ഒന്ന് മാത്സ് എക്സാം ആണ്, പിന്നെ ഒന്ന് ഹിന്ദി എക്സാം ആണ്. ബാക്കിയുള്ളതൊക്കെ ഏറെക്കുറെ കുഴപ്പമില്ല, ഒരു ആവറേജ് ആണ്, കൊള്ളാം, എന്ന് വെച്ചാൽ നല്ല ഈസി അല്ല എന്നാണ് നിങ്ങൾ അഭിപ്രായപ്പെട്ടത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഒരാൾ സൈലന്റ് കില്ലറായിട്ട് വരാനിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, വില്ലൻ മിക്കവാറും കേസിൽ ആരായിരിക്കും? ഫിസിക്സ് ആയിരിക്കും. ഒരു പേടി നിങ്ങൾ പേടിക്കരുത്. ഫിസിക്സ് ഒരു വില്ലൻ ആണെന്നുണ്ടെങ്കിൽ ആ വില്ലനെ നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് മെരുക്കിയെടുക്കാം. എന്താ അതിനുള്ള പരിഹാരം? ഒന്നാമത്തെ കാര്യം, അവർ ഫോക്കസ് ചെയ്യുന്നത് എബോവ് എവറേജ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കുറച്ചും കൂടി നിലവാരമുള്ള നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ ഒരു പേടിയും പേടിക്കരുതടാ, കണ്ടന്റ് ആണ് കിങ്. നല്ല രീതിയിൽ ആശയങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ ചോദ്യമാണെങ്കിലും ഏത് രീതിയിൽ ലെവൽ ചോദ്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് നിസാരമായിരിക്കും. അപ്പം എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഈ ഭാഗങ്ങളെല്ലാം പഠിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവില്ല, കാരണം കെമിസ്ട്രി പഠിക്കണം, ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കണം, അതൊക്കെ പഠിക്കേണ്ടി വരും. സോ എൻ്റെ മക്കൾ ഇനി ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ടാർഗറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ചോദ്യ പേപ്പർ ഇടുന്ന ആൾ ഫോക്കസ് ചെയ്യാൻ ചാൻസ് ഉള്ള ആ ഒരു പ്രധാനപ്പെട്ട ഏരിയ നമ്മൾ ടാർഗറ്റ് ചെയ്യണം. അതിന് സാറേ അത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അത് ഞങ്ങൾക്കറിയാം, ഒന്നും പേടിക്കരുത്. ഞങ്ങൾ നിങ്ങളെ കൂടണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഓണം എക്സാം തൂഫാനാക്കി തരും. നിങ്ങൾ പ്രധാനപ്പെട്ട 3 റൂൾസ് ഒബേ ചെയ്യണം. ഒന്നാമത്തത്, ആദ്യം ചെയ്യേണ്ടത് ഇന്ന് മുതൽ ഞങ്ങളിടുന്ന ലൈവ് ക്ലാസ്സുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ കാണുക. ആ ലൈവിൽ നമ്മൾ ഇതേപോലെയുള്ള ഫോക്കസ് ഏരിയയെ ഉൾപ്പെടുത്തിയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കും. സോ ലൈവുകൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യാം. 2, നമ്മുടെ ചാനലിലിടുന്ന വീഡിയോസ് നിർബന്ധമായിട്ടും കാണാം. വീഡിയോസ്, ഷോർട്സ്, ഇതൊക്കെ എന്തായാലും കാണാം. അപ്പോൾ ചില ആൾക്കാർ പറയും, സാർ ഇങ്ങനെ എപ്പോഴാണ് ഇടുന്നതെന്നൊക്കെ നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് വയ്യല്ലോ എന്ന്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മളെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും നമ്മളെ കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക്. ആ കമ്മ്യൂണിറ്റിൻ്റെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളായിട്ട് അതിൽ ഞങ്ങളിങ്ങനെ അറിയിപ്പുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ അറിയിക്കും. സോ ഗൈസ്, ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. മൂന്നാമത്തെ ഒരു കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം, നമ്മൾ ഫിസിക്സിൻ്റെ ഒരു ഡൗട്ട് ക്ലിയറൻസ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലാസ് 9 മെസ്സേജ് അയച്ചാൽ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. സോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഇനി നിങ്ങളോട് പറയാനുള്ളത്, ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മാഷേക്ക് ഒരുപാട് നേരം ലൈവ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ മാഷെ പഠിക്കുക? ഫുൾ ടൈം ലൈവ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് റിവൈസ് ചെയ്യാൻ സമയം വേണ്ടതെന്ന്. അത് ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തി, അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനും ഉൾപ്പെടുത്തി ഇന്ന് രാത്രി ഒരു കിഡിലൻ ലൈവ് ഉണ്ട്. ഈ ലൈവ് നിങ്ങൾ മിസ്സാക്കിയ ഫിസിക്സിൻ്റെ മെയിൻ ഭാഗം നിങ്ങൾക്ക് പോയി. സോ ഇന്ന് രാത്രി 7:15 ഫുൾ ചാപ്റ്റർ റിവിഷൻ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. ഇപ്പോഴേ പോയി ലൈക്ക് അടിച്ച് വെക്കുക. അതിൻ്റെ ലിങ്ക് നമ്മളെ കമൻറ്റ് ബോക്സിലുണ്ടാവും. നമ്മൾ സ്റ്റാറ്റസും കൂടി ഇട്ട് വെക്കുക. നമ്മൾ പൊളിക്കും. കണ്ടന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ലെവലിൽ ചോദ്യങ്ങൾ വരികയാണെങ്കിലും നമ്മൾ നിസ്സാരാക്കും. ഒറ്റൊരു കാര്യം കൂടി, നിങ്ങൾക്ക് ഫിസിക്സിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഏതാ? 1ാം പാടാണോ, 2ാം പാടാണോ, 3ാം പാടാണോ? അത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടി ചെയ്യുക. സെറ്റല്ലേ? ഒരിക്കൽ കൂടി പറയുന്നു മക്കളെ, ഒരു പേടിയും പേടിക്കരുത്. നിങ്ങൾ ക്ലാസ് കണ്ട് അതിൽ പറയുന്ന മാതിരി പഠിക്കുകയാണെങ്കിൽ A+ വാങ്ങി തന്നിരിക്കും. ഓക്കെ, സീ യു ദർ, ബൈ.